ശ്രീ സേനാപതി വേണു, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുകൾ, അതിൻ്റെ കണ്ടെത്തലുകൾ ഉണ്ടായപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ലഭിച്ചത് കോൺഗ്രസിനാണ്. ആ പാട്ടൊക്കെ അങ്ങേയറ്റം ഹിറ്റായി കോൺഗ്രസിനെ വലിയ രീതിയിൽ ഈ സ്വർണ്ണക്കൊള്ള സഹായിക്കുന്ന ഒരവസ്ഥയെത്തി. പക്ഷേ ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യപടിയിലേക്ക് രാഷ്ട്രീയ കേരളം ചുവടുവെക്കുകയാണ്. അപ്പോൾ ഇതാ വരുന്നു, തിരിഞ്ഞുകൊത്തുന്ന രീതിയിൽ അടൂർ പ്രകാശിനെ ചോദ്യമുനയിലേക്ക് SIT വിളിച്ചു വരുത്താൻ പോകുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരിഭ്രാന്തിയുടെ ചില ദിവസങ്ങളായിരിക്കാം മുന്നിൽ വരാൻ പോകുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് ഇപ്പോൾ അടൂർ പ്രകാശിലേക്ക് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എത്തുമ്പോൾ അങ്ങേക്ക് തോന്നുന്നത് എന്താണ്? നീലിമ, ഒന്ന്, അടൂർ പ്രകാശിന് ഇതുവരെയും നോട്ടീസ് കൊടുത്തിട്ടില്ല. അടൂർ പ്രകാശിനെ വിളിക്കുകയോ വരുത്തുകയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നുമില്ല. ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ കേൾക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, അടൂർ പ്രകാശ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശബരിമലയിലെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുകയോ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ ഓഫീസോ ഇതുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം അടൂർ പ്രകാശിനില്ല. ഇനി അടൂർ പ്രകാശിനെ എന്ത് കാരണത്താൽ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത്, അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത്. ഇപ്പോൾ 3 കാര്യങ്ങളാണല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 1998 സ്വർണം പതിപ്പിച്ചു, 2018 സ്വർണം പോയി. ആ സ്വർണം കൊണ്ടുപോയത് ആരൊക്കെ? അതാണ് മൂന്നാമത്തെ ചോദ്യമായിട്ട് വരേണ്ടത്. അതിൽ അടൂർ പ്രകാശിന്റെ പങ്ക് എന്ത്? അതല്ല എങ്കിൽ സോണിയാഗാന്ധിയുമായിട്ടുള്ള ഫോട്ടോ കൊണ്ട് ഇതിൻ്റെ അകത്ത് എന്ത് കാര്യങ്ങൾ നടന്നു? ഞാൻ വിനീതമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സോണിയാഗാന്ധിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രവുമായി സുബ്രഹ്മണ്യം പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നിട്ട് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഞാനിതാ വാതൽപ്പാളി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ വാതൽപ്പാളി എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റുമോ? അടൂർ പ്രകാശ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക തലത്തിലും ഇരുന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് ഇപ്പൊ 2 ദിവസമായിട്ട് നമ്മൾ കാണുന്നു. യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുമ്പോൾ സ്വാഭാവികമായും അതിനെ വഴിതിരിച്ചു വിടേണ്ടത് ചിലരുടെയൊക്കെ ആവശ്യമാണ്. ആ വഴിതിരിച്ചു വിടലിന്റെ ഒരു ഭാഗമായിട്ടാണ് എന്നാൽ പിന്നെ ഹം സബ് ചോറ എന്ന് പണ്ട് ഹിന്ദിയിലെ ഒരു പഴമൊഴി പറഞ്ഞ പോലെ ഇനിയിപ്പം അടൂർ പ്രകാശിനെ കൂടെ ചോദ്യം ചെയ്തേക്കാം. അടൂർ പ്രകാശിനെ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? ഇനി അടൂർ പ്രകാശിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷിക്കാം. ഇപ്പൊ പന്തളത്ത് നിന്ന് ഒരു KSRTC ബസ്സിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് ഇല്ലെങ്കിൽ പമ്പയിലേക്ക് വന്നതെങ്കിൽ ആ ബസ്സിലെ ഡ്രൈവറോടും കണ്ടക്ടറോടും ചോദിക്കും ഇയാൾ ബസ്സിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അത് തെളിവെടുപ്പിന്റെ ഒരു ഭാഗമായിട്ടാണ്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമോ എന്ന ചോദ്യത്തിന് അടൂർ പ്രകാശിനോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അടൂർ പ്രകാശിന് നോട്ടീസ് കൊടുക്കട്ടെ. അടൂർ പ്രകാശ് അതിന് കൃത്യമായ മറുപടിയും നൽകും. അതിൽ അടൂർ പ്രകാശിന് ഒരു പരിഭ്രമവുമില്ല, കോൺഗ്രസിന് ഒരു പരിഭ്രമവുമില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ 2-3 ദിവസങ്ങളായി നടക്കുന്ന നറേറ്റീവുകൾ യഥാർത്ഥ പ്രതികളിൽ നിന്ന് ഈ കേസിനെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഇനിയിപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു. അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ കൊണ്ടു. സോണിയാഗാന്ധി ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞല്ലോ, സോണിയാഗാന്ധിയെ കാണാനായിട്ട്. സോണിയാഗാന്ധി അങ്ങനെ ശൂന്യാകാശത്തിൽ പേടകത്തിലൊന്നും ഇരിക്കുന്ന ആളൊന്നും അല്ലല്ലോ. അവിടെ കാണാനായി അനുമതി തേടിയാൽ ചിലപ്പോൾ 10 ദിവസം അല്ലെ 15 ദിവസം അല്ലെങ്കിൽ 25 ദിവസം. ഞാൻ സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? സോണിയാഗാന്ധി ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. സോണിയാഗാന്ധിയെ വളരെ അടുത്ത് കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്റെ നോട്ടത്തിൽ അല്ലെങ്കിൽ ഞാൻ കണ്ടതിൽ സോണിയാഗാന്ധി അങ്ങനെ ആർക്കും കാണാൻ ദർശനം കൊടുക്കാത്ത ചില്ലുകൂട്ടിലിരിക്കുന്ന ആളോ ഒന്നുമല്ല. ഇനി സോണിയാഗാന്ധിയെ ആരെങ്കിലും സന്ദർശിച്ചു, അവരുമായിട്ടുള്ള ഫോട്ടോ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു, ആ ഫോട്ടോ കൊണ്ട് ശബരിമലയിലെ ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിക്കുന്നതിനോ അല്ലെങ്കിൽ സ്വർണം കടത്തിക്കൊണ്ടു പോകുന്നതിനോ ആ ഫോട്ടോ ഏതെങ്കിലും രീതിയിലുള്ള ലൈസൻസോ സർട്ടിഫിക്കറ്റോ ആയി ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്കുണ്ടോ? അതോടൊപ്പം തന്നെ ഈ മോഷണം നടത്തിയ ഈ സംഘവുമായി ഏതെങ്കിലും ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ 1 മുതൽ 10 വരെ പ്രതികൾ അറസ്റ്റിലായപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ 2 പേര് ശങ്കരദാസും ഉണ്ട്, അതുപോലെ തന്നെ കടകംപള്ളിയിലേക്ക് ചോദ്യം ചെയ്യൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 2 അല്ലെങ്കിൽ 3 എത്തുമ്പോഴേക്കും ഇതിന്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. എത്താനായിട്ട് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അന്വേഷണം അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു. അതിലൊന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണ്, 2 CIമാർ ഈ സംഘത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 CIമാരും അവർ ഷേഡി ക്യാരക്ടറാണ്. അവർ പോലീസിലെ CPMന്റെ ഫ്രാക്ഷൻ കമ്മിറ്റിയെ നയിക്കുന്ന ആളുകളാണ്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. SIT കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ശനിയാഴ്ച പുറത്തു വന്നില്ല, ഞായറാഴ്ച വന്നില്ല, തിങ്കളാഴ്ച വന്നില്ല, ചൊവ്വാഴ്ച ഇന്നലെയാണ്
കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഇവിടെ അടൂർ പ്രകാശിന് ഒരു നോട്ടീസ് പോലും ഇതുവരെയും കൊടുത്തിട്ടില്ല. അദ്ദേഹം ഇന്ന് ചാനൽ മാധ്യമങ്ങൾക്ക് മുന്നേ പറഞ്ഞല്ലോ, എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല, എനിക്കൊരു നോട്ടീസ് തന്നിട്ടില്ല. അപ്പോൾ അതിനു മുമ്പേ തന്നെ ഈ വാർത്ത പുറത്തു വരുന്നു എന്നത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുന്നതിനും യഥാർത്ഥ പ്രതികളിൽ നിന്ന് അന്വേഷണം മാറ്റുന്നതിനും ബോധപൂർവമായ ഒരു ശ്രമം. അടൂർ പ്രകാശുമായിട്ട് നിൽക്കുന്ന ചിത്രമുണ്ട്, എന്നാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം. നാളെ അത് ചോദ്യം ചെയ്യലല്ല, അത് അടൂർ പ്രകാശിന് ഇനി ഒരുപക്ഷെ ഇയാളെ അറിയാമെങ്കിൽ ഈ ആളെ കുറിച്ചുള്ള വിവരങ്ങൾ തേടുന്നതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അത് നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ വിളിപ്പിച്ചാൽ അദ്ദേഹം ആ കൃത്യമായ വിവരങ്ങൾ പറയും. പക്ഷെ ഇപ്പോ ഈ നറേറ്റീവുകൾ മുഴുവൻ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു, നാളെ ഇനിയിപ്പോ സോണിയാഗാന്ധിയെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി നടക്കുന്ന വളരെ ബോധപൂർവമായ ഒരു ശ്രമമാണ്. ഞാൻ വീണ്ടും ഫസ്റ്റ് റൗണ്ടിൽ പറഞ്ഞു വെക്കുന്നത് അതാണ്, ഇത് യഥാർത്ഥ പ്രതികളെ പിടികൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം ഉപയോഗിക്കുന്നു എന്നാണ്.